നമ്മൾ നോക്കാൻ പോകുന്നത് +2 ഇംഗ്ലീഷിലെ എ 3-വീൽഡ് റെവല്യൂഷൻ എന്ന് പറയുന്ന ചാപ്റ്ററാണ്. അപ്പോൾ അതിനു മുമ്പ് ഈ വീഡിയോ ആരെങ്കിലും ഈ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇതൊരു ഇൻ്റർവ്യൂ ആണ്, അതായത് ഇർഫാൻ ആലം എന്ന് പറയുന്ന ഒരു എൻ്റർപ്രണറുമായിട്ട് നടത്തിയ ഒരു ഇൻ്റർവ്യൂ ആണ്. അപ്പോൾ ഇതൊരു ക്വസ്റ്റ്യൻ അതിൻ്റെ ആൻസേഴ്സ് എന്ന ഫോമിലാണ് ഈ പാഠം പോകുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. കൺഗ്രാജുലേഷൻസ് ഓൺ യുവർ അച്ചീവ്മെൻറ്റ്. വെൻ ആൻഡ് ഹൗ ഡിഡ് യു കൺസീവ് ദിസ് ഐഡിയ? അപ്പോൾ അതാണ് ഫസ്റ്റ് ഇൻ്റർവ്യൂവർ ചോദിക്കുന്ന ചോദ്യം. അപ്പോൾ ആൻസർ നോക്കാം. I was 17 year old at that time. I was traveling in a rickshaw, and in the middle of the journey, I was very thirsty. I asked the rickshaw puller if he had any water. He said that he did not carry water bottles because he did not have money to buy and stock them. It set me thinking, and I immediately realized that there was a market for selling water bottles in rickshaws. Then very next day, I talked to 5 rickshaw pullers and gave them each 8 bottles of water. I told them that for every bottle they sold, we would make a profit of 2 rupees, which he would split in half. The very first day, I made a profit of 8 rupees. അപ്പോൾ എന്താണ്, ഒരു 17 വയസ്സുള്ളപ്പോഴാണ് നമ്മുടെ ഇർഫാൻ ആലം ഒരു റിക്ഷോയിൽ പോകുന്നത്. ആ സമയത്ത് അദ്ദേഹത്തിന് വളരെയധികം ദാഹിക്കുകയും അദ്ദേഹം ആ റിക്ഷോ പുള്ളറിനോട് ചോദിക്കുകയാണ്, വാട്ടർ ചോദിക്കുകയാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് എന്താണ്, വാട്ടർ വാങ്ങിക്കാനുള്ള അധികം സ്ഥിതിയിലല്ല ഇദ്ദേഹം എന്നാണ് പറഞ്ഞത്. അപ്പോൾ അദ്ദേഹത്തിന് ഒരു ഐഡിയ തോന്നി, എന്താണ്, ഈ റിക്ഷോസിലൊക്കെ വാട്ടർ ബോട്ടിൽസ് വിൽക്കാൻ പറ്റും, അപ്പോൾ ഒരു ഇൻകം സോഴ്സായിട്ട് അത് മാറ്റാൻ പറ്റും എന്ന് അദ്ദേഹം കണ്ടെത്തുകയാണ് ചെയ്തത്. അങ്ങനെ പിറ്റേ ദിവസം തന്നെ 5 റിക്ഷ പുള്ളേഴ്സിനെ കണ്ടെത്തി അവർക്ക് ഓരോരുത്തർക്കും 8 വാട്ടർ ബോട്ടിൽസ് വെച്ച് കൊടുത്തു. അതിനകത്ത് പ്രോഫിറ്റായിട്ട് കിട്ടുന്നത് 2 രൂപയാണ്. അതിനകത്ത് അത് പകുതിയായിട്ട്, അതായത് റിക്ഷ പ്ലസിന് 1 രൂപ വെച്ച് നമ്മുടെ ഇർഫാൻ ആലത്തിന് 1 രൂപ വെച്ച് വന്ന രീതിയിൽ അത് ആക്കിയാണ് ചെയ്തത്. അപ്പോൾ ആദ്യ ദിവസം തന്നെ 8 രൂപ ഇർഫാൻ ആലത്തിന് കിട്ടി. യു വേ വെരി യങ് വെൻ യു കെയിം അപ്പ് വിത്ത് ആൻഡ് എക്സിക്യൂട്ടഡ് ദിസ് ഐഡിയ. അപ്പോൾ രണ്ടാമത്തെ ചോദ്യം അതാണ്, നിങ്ങൾ ഈ ഐഡിയ കൊണ്ടുവരുമ്പോൾ നിങ്ങൾ വളരെ യങ് ആയിരുന്നു, അതിനെപ്പറ്റിയാണ് ചോദ്യം. യെസ്, ഐ ഗെസ് entrepreneurship is in my blood. I had an interest in business from a very early age. During the stock market scam in 1992, my father and many of his friends lost a lot of money. That is when I started taking interest in the stock market and began researching on various companies. Interestingly, using my advice, all of my father's friends recovered their losses, and most of them started making profit. This enabled me to start my first portfolio management firm at the age of 13. When my parents found out that I was dabbing in the rickshaw sector as well, they pulled me aside and asked me to stop doing it and concentrate on my studies. So I shelved it, but my interest never waned. I kept reading and researching on this sector all through my college days in Pondicherry, where I pursued my Master of Foreign Trade degree. അപ്പോൾ ഇർഫാൻ എല്ലാം പറയുന്നതെന്ന് വെച്ചാൽ കുട്ടിക്കാലം മുതലേ ഇദ്ദേഹത്തിന് ബിസിനസ് മാർക്കറ്റിംഗ് അതിനോടൊക്കെ വളരെയധികം ഇൻട്രസ്റ്റ് ഉള്ള ഒരാളായിരുന്നു. 1992 സ്റ്റോക്ക് മാർക്കറ്റ് ക്രാഷിൻ്റെ സമയത്ത് ഇദ്ദേഹത്തിൻ്റെ ഫാദറിന് ഒരുപാട് ഫ്രണ്ട്സിനും ഒക്കെ എന്ത് സംഭവിച്ചു, ഈ വലിയ നഷ്ടമുണ്ടായി, ലോസ് ഉണ്ടായി. അപ്പോൾ ഇർഫാൻ എല്ലാം അതിനെക്കുറിച്ചൊക്കെ അധികം പഠിക്കുകയും കമ്പനീസിൻ്റെ സ്റ്റോക്ക് മാർക്കറ്റ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പഠിക്കുകയും അദ്ദേഹത്തിൻ്റെ അഡ്വൈസ് വഴി അദ്ദേഹത്തിൻ്റെ ഫാദറിൻ്റെ ഫ്രണ്ട്സിൻ്റെ ഈ ലോസസൊക്കെ നികത്തി അതൊരു പ്രോഫിറ്റബിളായി, കുറച്ച് പേർക്കെങ്കിലും ഒരു പ്രോഫിറ്റബിളായി എന്ന രീതിയിലേക്ക് അത് മാറി. അപ്പോൾ 13ാമത്തെ വയസ്സിൽ തന്നെ ഒരു അഡ്വൈസ് കൊടുക്കുന്ന രീതിയിലേക്ക് ഇർഫാൻ ആലത്തിന് ഉയരാൻ പറ്റി. അതിനുശേഷം ഈ പാരൻസ് ഈ റിക്ഷോയിൽ ഉള്ള ഈ ബിസിനസ് മാർക്കറ്റിംഗ് അങ്ങനെയുള്ള പരിപാടികളൊക്കെ അറിഞ്ഞ് അദ്ദേഹത്തിൻ്റെ അടുത്ത് കുറച്ചുകൂടെ സ്റ്റഡീസിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ ആവശ്യപ്പെടുകയും അദ്ദേഹം അത് ചെയ്യുകയും ചെയ്തു. എന്നാലും ഈ പോണ്ടിച്ചേരിയിലെ കോളേജ് ആ ഒരു സമയത്ത് വരെ ഇർഫാൻ ആലം ഇതൊക്കെ വിശദമായിട്ട് അന്വേഷിച്ച് പഠിച്ചിരുന്നു. പക്ഷേ ബിസിനസ്സിലേക്കൊന്നും ഇറങ്ങിയില്ല, എന്നാലും പഠിച്ചിരുന്നു, റിസർച്ച് ചെയ്തിരുന്നു. വാട്ട് വാസ് ദ സ്പാർക്ക് ദാറ്റ് റിവൈവ്ഡ് ദിസ് ഐഡിയ? അപ്പോൾ അടുത്ത ചോദ്യം എന്താണെന്ന് വെച്ചാൽ, എന്താണ് ഈ ഐഡിയസ് റിവൈവ് ചെയ്ത ആ ഒരു സ്പാർക്ക് എന്താണ്? In 2006, an Indian TV show called Business Bazigar launched an entrepreneur hunt and solicit ideas for new businesses. I entered this contest with a business proposal. My idea was to organize the rickshaw sector and make it profitable venture. According to my proposal, rickshaws were
to be redesigned so that the spaces on the vehicle could be sold for the purpose of advertising and brand promotion. Also, I indicated that additional revenues could be made by selling products like water, juices, biscuit, mobile cards and newspaper to the passengers. I won the show and was offered the seed money of rupees 150 lakhs. അപ്പോൾ 2006 ഒരു ഇന്ത്യൻ ടി വി ഷോ ബിസിനസ് ബാസികാർ എന്ന് പറയുന്ന ഒരു ടി വി ഷോ ലോഞ്ച് ചെയ്തു. അതിനകത്ത് പുതിയ പുതിയ ഓൺടർപ്രണർ ഐഡിയാസുമായിട്ട് വരികയായിരുന്നു ഓരോരുത്തരും ചെയ്തിരുന്നത്. അപ്പോൾ ഇർഫാൻ അലം എന്താണ് റിക്ഷോ മോഡിഫിക്കേഷൻ വഴി അവർക്ക് കുറച്ചുകൂടെ പ്രോഫിറ്റബിൾ ജോബ് ആക്കി മാറ്റുക എന്നുള്ള ഐഡിയ ആണ് കൊണ്ടുവന്നത്. അതായത് എന്താണ് കുറച്ചുകൂടെ സ്പേഷ്യൽ അറേഞ്ച്മെൻ്റ് ഒക്കെ നടത്തി അവിടെ ബിസിനസ് അതായത് പ്രൊമോഷൻ, അഡ്വർടൈസ്മെൻറ്റ് അങ്ങനെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഈ പ്രൊഡക്ട്സ് വിൽക്കാൻ പറ്റും. വാട്ടർ, ജ്യൂസ്, ബിസ്ക്കറ്റ്, മൊബൈൽ കാർഡ്, ന്യൂസ് പേപ്പർ അങ്ങനെയുള്ള പ്രൊഡക്ട്സ് വിൽക്കാൻ പാസഞ്ചേഴ്സിനൊക്കെ വിൽക്കാൻ പറ്റും എന്നുള്ള ഐഡിയ കൊണ്ടുവന്നു. അങ്ങനെ ഇർഫാൻ അലം ആ കോമ്പറ്റീഷൻ ജയിക്കുകയും ഒരു പ്രൈസ് മണിയായിട്ട് 150 lakhs കിട്ടുകയും ചെയ്തു. വാസ് സമാൻ സ്റ്റാർട്ടഡ് വിത്ത് ദിസ് സീഡ് എമൗണ്ട്. അപ്പോൾ ഇർഫാൻ അലത്തിൻ്റെ ഒരു വെഞ്ചറാണ്, അല്ലെങ്കിൽ ഒരു എന്താണ് അദ്ദേഹം തുടങ്ങിയ ഒരു സംഭവമാണ് ഈ സമാൻ എന്ന് പറയുന്ന ആ ഒരു പേര്, അല്ലെങ്കിൽ ആ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ എന്നോ ഓർഗനൈസേഷൻ എന്നൊക്കെ പറയാൻ പറ്റും. അപ്പോൾ അത് സ്റ്റാർട്ട് ചെയ്തത് ഈ സീഡ് എമൗണ്ട് അല്ലെങ്കിൽ ഈ 150 lakh വെച്ചിട്ടാണോ എന്നാണ് അടുത്ത ചോദ്യം. No, I very soon realized that the every entry barrier to this business was very low. The only way to sustain this business was to earn the loyalty of the rickshaw pullers. I wanted to provide insurance, ID cards and uniforms to the rickshaw pullers. I wanted to run this as not for profit organization. To be honest with you, I was not thinking about social entrepreneurship at that point. I just thought that it would be the best way to sustain the business and the easiest ways to get banks to give out loans. Since the organizers of the TV show did not agree to this model, I ended up refusing the seed capital. അപ്പോൾ എന്താണ് ആദ്യം നേടിയെടുക്കേണ്ട കാര്യം, ബിസിനസ്സിലേക്ക് ആദ്യം നേടിയെടുക്കേണ്ട കാര്യം എന്താണ്? റിക്ഷോ പുള്ളേഴ്സിൻ്റെ ലോയൽറ്റിയാണ്. അവർക്ക് ഉള്ള ഇൻഷുറൻസ്, ID കാർഡ്സ്, യൂണിഫോംസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണം. ആദ്യം ഇതൊരു നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷനായിട്ട് തുടങ്ങാനായിരുന്നു ആഗ്രഹിച്ചിരുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഐഡിയാസൊക്കെ ലാസ്റ്റ് ഈ പ്രൈസ് വിൻ ചെയ്തതിന് ശേഷം അവരുടെ അടുത്ത് പറഞ്ഞപ്പോൾ അവർ അതിനോട്, അതായത് ഈ TV ഷോ അവർ അതിനോട് ഒരു ഇൻട്രസ്റ്റ് കാണിച്ചില്ല. അങ്ങനെ ഈ സീഡ് എമൗണ്ട് അല്ലെങ്കിൽ 150 lakh ആരെ റെഫ്യൂസ് ചെയ്തു? ഇർഫാനെ റെഫ്യൂസ് ചെയ്തു. When did this turn into a true social venture? അപ്പോൾ ഇതെങ്ങനെയാണ് ഒരു ട്രൂ സോഷ്യൽ വെഞ്ചറായിട്ട് മാറിയത് എന്നാണ് ചോദിക്കുന്നത്. എപ്പോഴാണ്? As I understood more about the lives of the rickshaw pullers and their plight, it turned into a social cause. There are about 10 million rickshaws operating in India. Most of these rickshaw pullers do not own the rickshaws but instead rent them at the rate of 30 to 40 rupees per day. The money they make after paying the rent is barely sufficient to sustain their families. They continue to remain at the bottom of the pyramid. I thought if I could create an organization that could empower the rickshaw pullers and find a way to increase the overall revenue, it would be a win-win situation for both. I firmly believe in C.K. Prahlad's idea that business can be successful by targeting the bottom of the pyramid. Saman was finally founded in 2007 with the seed money from family and friends. അപ്പോൾ ഇതെങ്ങനെയാണ് എപ്പോഴാണ് സോഷ്യൽ വെഞ്ചർ ആയതാണെന്നാണ് ചോദ്യം. അപ്പോൾ ഇദ്ദേഹം മനസ്സിലാക്കി എന്താണെന്ന് വെച്ചാൽ ഈ റിക്ഷോ പുള്ളേഴ്സ് ഒരുപാട് ദുരിതത്തിലാണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഏകദേശം 10 million റിക്ഷോസ് ഇന്ത്യയിൽ ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. അവർ മിക്കതും റിക്ഷോ ഓണേഴ്സ് അല്ല, പകരം 30 മുതൽ 40 രൂപയ്ക്ക് വരെ പെർ ഡേ റെൻറ്റിനെടുക്കുന്ന റിക്ഷോസാണ്. അപ്പോൾ ബാക്കി കിട്ടുന്ന എമൗണ്ട് അവരുടെ ഡെയിലി ലൈഫിന് തന്നെ തികയില്ല എന്നുള്ള അവസ്ഥയിലാണ് പോകുന്നത്. അതുകൊണ്ട് തന്നെ അവർ ഡെയിലി അല്ലെങ്കിൽ എല്ലാ കാലവും എന്താണ് സോഷ്യൽ സെറ്റപ്പിൻ്റെ ലാസ്റ്റ് അല്ലെങ്കിൽ ബോട്ടത്തിലാണ്, ആ സോഷ്യൽ പിരമിഡിൻ്റെ ബോട്ടത്തിലാണ് നിലകൊള്ളുന്നത്. അപ്പോൾ സി കെ പ്രഹ്ലാദ് എന്ന് പറയുന്ന വേറൊരു എൻ്റർപ്രണറിൻ്റെ അഭിപ്രായപ്രകാരം എന്താണ് ബിസിനസ് വിജയിപ്പിക്കാൻ ബോട്ടം ഓഫ് ദി പിരമിഡ് ആളുകൾക്കും അവരെ എയിം ചെയ്യുന്നത് വഴിയും സാധിക്കും എന്നൊരു ഐഡിയ അദ്ദേഹം കൺവേ ചെയ്തിട്ടുണ്ട്. അങ്ങനെ 2007 ഫ്രണ്ട്സിൻ്റെ ഫാമിലിയുടെ സപ്പോർട്ടോടു കൂടി സമാൻ എന്ന് പറയുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻ തുടങ്ങുകയാണ് ചെയ്തത്. ക്യാൻ യു ഡിസ്ക്രൈബ് ദ ഓപ്പറേഷൻ മോഡൽ ഓഫ് സമാൻ? അപ്പോൾ സമാൻ എന്ന് പറയുന്ന ആ ഒരു ഓപ്പറേഷൻ്റെ
മോഡൽ എങ്ങനെയാണ്, വർക്കിംഗ് മോഡൽ എങ്ങനെയാണ്? When a rickshaw puller approaches someone, we first go through a verification process. The operator is then given training on basis, etiquette, and traffic rules. Then we approach the bank and help them get a loan for a new rickshaw. Previously, banks were very reluctant to give loan to this section of the society. Now, since we stand as guarantors, these rickshaw pullers have access to credit. The rickshaw pullers feel truly empowered when they drive their own vehicle. We provide the rickshaw pullers with accident and health insurance. Each driver is given an ID card and is required to wear a uniform while operating the rickshaw. The rickshaw puller now becomes a part of the Saman family. അപ്പോൾ ആദ്യം തന്നെ ഈ സമാൻ എന്ന് പറയുന്ന ഇൻസ്റ്റിറ്റ്യൂഷനെ അവർ ഒരു റിക്ഷോ പുള്ളർ അപ്രോച്ച് ചെയ്യുമ്പോൾ ഇവർ ആദ്യം ഒരു വെരിഫിക്കേഷൻ പ്രോസസ്സിലൂടെയൊക്കെ പോകും, എന്നിട്ട് ട്രെയിനിങ് കൊടുക്കും. എന്താണ് ഈ പെരുമാറ്റത്തിലും ട്രാഫിക് റൂൾസിലൊക്കെ ഒരു ട്രെയിനിങ് കൊടുക്കും. അതിനുശേഷം ഈ ബാങ്കിനെ അപ്രോച്ച് ചെയ്യും ലോണിന് വേണ്ടി. ആദ്യമൊക്കെ ബാങ്ക് സമ്മതിക്കില്ലായിരുന്നു. പിന്നെ ഇവർ ഗ്യാരണ്ടറായിട്ട് നിന്ന് തുടങ്ങിയതോടുകൂടി ബാങ്കും ലോൺ കൊടുക്കാൻ തയ്യാറായി വന്നു. അങ്ങനെ ലോണുകൾ കൊടുത്ത് അവർക്ക് സ്വന്തമായിട്ട് റിക്ഷോ ഉണ്ടാക്കി. അപ്പോൾ ഈ റിക്ഷോ ഓടിക്കുമ്പോൾ അവർക്ക് ഒരു എംപവേർഡ് ആയതുപോലെ തോന്നും സ്വന്തം റിക്ഷോ ഓടിക്കുമ്പോൾ. അങ്ങനെ അവർക്ക് ID കാർഡ്, ഹെൽത്ത് ഇൻഷുറൻസ്, ആക്സിഡൻറ്റ് ക്ലെയിം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്തു. അവസാനം ഈ ഓരോ റിക്ഷോ പുള്ളേഴ്സും സമാൻ ഫാമിലിയുടെ പാർട്ടായി. How does Saman help increase the revenue of the rickshaw pullers? How does Saman itself get its revenue? അപ്പോൾ എങ്ങനെയാണ് സമാൻ റിക്ഷോ പുള്ളേഴ്സിൻ്റെ റവന്യൂ ഇൻക്രീസ് ചെയ്തത്? എങ്ങനെയാണ് സമാൻ അതിൻ്റെ തന്നെ റവന്യൂ ഇൻക്രീസ് ചെയ്യുന്നത്? Saman rickshaws are designed in such a way that they have plenty of space to display advertisements. Several local and national brands place their advertisements here. The advertisement revenue is split in half between Saman and the rickshaw pullers. Also, rickshaw pullers can choose to sell water, fruit juice, cell phone, prepaid cards. In that case, they come to say central rickshaw yard in the morning and load up their wares. At the end of the day, the profit and their sales is split between them and Saman. The money that rickshaw pullers earn by transporting the passengers is solely theirs. The revenue of our rickshaw pullers have increased 30 to 40%. There are several other benefits on which we cannot put a monetary value. Rickshaw pullers now have a sense of belonging and empowerment. Children of the operators and their spouses attend free evening classes at Saman Gyan. Saman has brought dignity and inclusion to those who were previously considered menial laborers. In addition, I am very happy to say that Saman itself is profitable. Last fiscal year, we made a net profit of 8 lakhs and a revenue of 50 lakhs rupees. My mentors have been emphasizing the importance of sustainability. ഇപ്പോൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ സമാൻ റിക്ഷോസൊക്കെ ഡിസൈൻ ചെയ്തിരിക്കുന്ന ഒരുപാട് സ്പേസ് വെച്ചാണ്. അതായത് ഒരുപാട് അഡ്വർടൈസ്മെൻ്റ് ഒക്കെ പതിക്കാൻ പറ്റും. ഈ അഡ്വർടൈസ്മെൻറ്റ് പൈസയിൽ പകുതി റിക്ഷോ പുള്ളേഴ്സിന്, പകുതി സമാൻ എന്ന് പറയുന്ന ഓർഗനൈസേഷനുമാണ്. അതുപോലെ തന്നെ അവിടെ നിന്നും എന്താണ് വാട്ടർ, ഫ്രൂട്ട് ജ്യൂസ്, സെൽഫോൺ, പ്രീപെയ്ഡ് കാർഡ്സ് എന്ത് വേണോ ആ റിക്ഷോ പ്ലേഴ്സിനെ വാങ്ങി വിൽക്കാൻ പറ്റും. അപ്പോൾ അത് രാവിലെ തന്നെ വന്ന് സെൻട്രൽ റിക്ഷോ യാർഡിൽ വന്ന് ആ കാര്യങ്ങളൊക്കെ എടുത്ത് കയറ്റി അങ്ങനെ കച്ചവടം ചെയ്യാൻ പറ്റും. അവസാനം ആ ഡേയുടെ അവസാനം എന്താണ് അവർ ട്രാൻസ്പോർട്ടേഷൻ, പാസഞ്ചർ ട്രാൻസ്പോർട്ടേഷൻ വഴി കിട്ടുന്ന പൈസ എല്ലാം ആ റിക്ഷോ പ്ലേഴ്സിനാണ്. ബാക്കി വരുന്ന പൈസ അവർ തമ്മിൽ സ്പ്ലിറ്റ് ചെയ്തെടുക്കുകയാണ്. സമാനം റിക്ഷോ പ്ലേഴ്സ് തമ്മിൽ സ്പ്ലിറ്റ് ചെയ്തെടുക്കും. ഇതുവഴി അവരുടെ വരുമാനം ഒരു 30% മുതൽ 40% വരെ ഇൻക്രീസ് ആവുകയും ചെയ്തു. അതുമാത്രമല്ല ഒരുപാട് ബെനിഫിറ്റ്സും സമാൻ കൊടുക്കുന്നുണ്ട്. കാരണം ആ ഒരു റിക്ഷോ സ്വന്തമായിട്ട് കിട്ടുമ്പോൾ അവർക്ക് കുറച്ച് എംപവർമെൻറ്റും ബിലോങ്നെസ്സും ഒക്കെ തോന്നും. അതുപോലെ തന്നെ ആ റിക്ഷോ പ്ലേഴ്സിൻ്റെ ചിൽഡ്രൻസിൻ്റെ സ്പൗസസിനും ഒക്കെ ഈവനിങ് ക്ലാസ് സമാൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഒരു കാലത്ത് ലേബേഴ്സായിട്ട് കണ്ടവരെ ഇന്ന് എന്താണ് ഓണേഴ്സായിട്ട് മാറിയിരിക്കുകയാണ്. സമാൻ തന്നെ ഒരു പ്രോഫിറ്റബിൾ ഇൻസ്റ്റിറ്റ്യൂഷനാണ്. 8 ലക്ഷം രൂപയാണ് കഴിഞ്ഞ ഫിനാൻഷ്യൽ ഇയറിൽ അവർക്ക് പ്രോഫിറ്റായിട്ട് കിട്ടിയത്. റവന്യൂ ഒരു 50 ലക്ഷം രൂപയുടെ റവന്യൂ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഇർഫാൻ എല്ലാം പറയുന്നത്. ഡസ് സമാൻ ഗെറ്റ്സ് ഡയറക്ട്ലി ഇൻവോൾവ് ഇൻ മൈക്രോഫിനാൻസിങ്? സമാൻ ഈ മൈക്രോഫിനാൻസിങ്ങിൽ ഡയറക്റ്റായിട്ട് ഇൻവോൾവ് ചെയ്യുന്നുണ്ടോ എന്നാണ് ചോദ്യം. നോ, വി ഡു നോട്ട് ഡയറക്ട്ലി മൈക്രോഫിനാൻസ് ദ റിക്ഷോ പുള്ളേഴ്സ്. വി ജസ്റ്റ് എനേബിൾ ദ റിക്ഷോ പുള്ളേഴ്സ് ടു ഗെറ്റ് ഫിനാൻസ് ഫ്രം ബാങ്ക്സ്. ഇൻസ്റ്റെഡ് ഓഫ് പേയിങ് റെൻറ്റ്സ് ഫോർ ഡെക്കേഡ്സ്, ദ റിക്ഷോ പുള്ളേഴ്സ് ഓൺലി പേ ദ ബാങ്ക് ലോൺ ആൻഡ് ഇൻസ്റ്റാൾമെൻറ്റ്സ് ആൻഡ് ഇവൻച്വലി ബിക്കം ദ ഓണേഴ്സ് ഓഫ് ദ റിക്ഷോ. എന്താണെന്ന് വെച്ചാൽ റിക്ഷോ പുള്ളേഴ്സിന് ഡയറക്റ്റായിട്ട് മൈക്രോ ഫിനാൻസ് ചെയ്യുന്നില്ല. പകരം അവർക്ക് ബാങ്കിൽ നിന്ന് ലോൺ കിട്ടാൻ വേണ്ടി ഉള്ള ക്വാളിഫൈഡ് ആക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവരെ ഈ ഒരുപാട് കാലം ഈ റെൻറ്റ് പേ ചെയ്ത് ഇരിക്കുന്നതിനേക്കാളും എന്താണ് ഇൻസ്റ്റാൾമെൻറ്റ് അടയ്ക്കുമ്പോൾ ഗ്രാജുവലായിട്ട് അവർ ആ റിക്ഷോസിൻ്റെ ഓണേഴ്സായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. ആർ ആൻഡ് സൈക്കിൾ റിക്ഷോസ് ആർ എ ഡൈയിങ് ബ്രീഡ്.
അപ്പോൾ സൈക്കിൾ റിക്ഷോസ് ഒരു ഡൈയിങ് അവസ്ഥയല്ലേ, അല്ലെങ്കിൽ എണ്ണം കുറഞ്ഞു വരികയില്ല എന്നാണ് ചോദ്യം. റിക്ഷോസ് കണ്ടിന്യൂ ടു ബി popular mode of transportation in most parts of the country. The number of rickshaws in Delhi has actually increased by 20% in the last 2 to 3 years. The reason for this increase is that it has become the choices form of transport to carry passengers to and from the metro stations. Also, I personally think rickshaws are the vehicles of the future. They are environment friendly. We have an R&D wing that is working on the solar powered fiberglass rickshaws. അപ്പോൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ റിക്ഷോസ് ഇപ്പോഴും ഒരു പോപ്പുലർ മോഡ് ഓഫ് ട്രാൻസ്പോർട്ട് തന്നെയാണ്. ഡൽഹിയിലെ റിക്ഷോസ് ഇതുവരെ 20% കൂടുകയാണ്, 2-3 വർഷങ്ങൾക്കിടയിൽ 20% കൂടുകയാണ് ചെയ്തത്. ഇതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ മെട്രോ സ്റ്റേഷൻസ് എന്നൊക്കെ പെട്ടെന്ന് എത്തിക്കാൻ ഏറ്റവും ഈസിയസ്റ്റ് ആയിട്ടുള്ള വേ റിക്ഷോസ് തന്നെയാണ്. അതിൻ്റെ കൂടെ എന്താണ്, ഇത് ഫ്യൂച്ചറിൻ്റെ വെഹിക്കിളാണ്, കാരണം എൻവയോൺമെൻറ്റൽ ഫ്രണ്ട്ലി ആണ് ഈ റിക്ഷോസ്. ഇപ്പോൾ ഇവർക്ക് തന്നെ ഒരു R&D വിങ് പ്രോഗ്രാം ചെയ്യുന്നുണ്ട് ഈ സോളാർ പവേർഡ് ഫൈബർ ഗ്ലാസ് റിക്ഷോസൊക്കെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. വാട്ട് വേ യുവർ എക്സ്പീരിയൻസ് അറ്റ് ദ പ്രസിഡൻ്റൽ ഓണ്ടർപ്രണർഷിപ്പ് സമ്മിറ്റ് അറ്റ് ദ യുണൈറ്റഡ് സ്റ്റേറ്റ്സ്? I met some truly great people. I was indeed honored to talk to the Nobel Prize laureate Muhammad Yunus. He invited me to Bangladesh to set up a similar organization for the rickshaw workers there. അപ്പോൾ അതൊരു ഗ്രേറ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു. ഒരുപാട് ഗ്രേറ്റ് ആയ ആൾക്കാരെ കാണാൻ പറ്റി. നോബൽ ലോറിയേറ്റായ മുഹമ്മദ് യൂനിസിനെ കണ്ടു. അദ്ദേഹത്തെ ബംഗ്ലാദേശിലേക്ക് ക്ഷണിക്കും ഇതുപോലൊരു ഇനിഷ്യേറ്റീവ് അവിടെയും തുടങ്ങാൻ വേണ്ടിയിട്ട്. വാട്ട് ഈസ് യുവർ അഡ്വൈസ് ടു ദ സ്റ്റുഡൻറ്റ് ഓൺ ഓണ്ടർപ്രണർഷിപ്പ്? അപ്പോൾ സ്റ്റുഡൻസിനുള്ള അഡ്വൈസ്: ആൻ ഓണ്ടർപ്രണർ ഈസ് വൺ ഹു ഐഡൻറ്റിഫൈസ് ആൻ ഓപ്പർച്യൂണിറ്റി ആൻഡ് പുട്ട്സ് ഇറ്റ് കോൺഷ്യസ് എഫേർട്സ് to make it an enterprise. People generally discourage youth from treading this path, but it is time to start thinking about entrepreneurship as a career, as it can be an important tool to tackle unemployment in the country. അപ്പോൾ എന്താണ്, ഓപ്പർച്യൂണിറ്റി കൃത്യമായിട്ട് മനസ്സിലാക്കി തിരിച്ചറിഞ്ഞ് അതിനനുസരിച്ച് പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ അതിനനുസരിച്ചൊരു എൻ്റർപ്രൈസ് തുടങ്ങുന്ന ആളിനെയാണ് നമുക്ക് കൃത്യമായിട്ടൊരു ഓണ്ടർപ്രണർ എന്ന് പറയാൻ പറ്റുന്നത്. ആദ്യമൊക്കെ ഇവിടെ എന്താണ്, പീപ്പിൾ ഡിസ്കറേജ് ചെയ്യുകയാണ് ഈ ഓണ്ടർപ്രണർഷിപ്പിന്, യൂത്തിൻ്റെ ഇടയിൽ ഓണ്ടർപ്രണർഷിപ്പ് ഡിസ്കറേജ് ആണ് ഈ ചെയ്യുന്നത്. പക്ഷേ ഇർഫാനാലും പറയുന്നതെന്ന് വെച്ചാൽ ഈ അൺഎംപ്ലോയ്മെൻറ്റ് ടാക്കിൾ ചെയ്യാൻ പറ്റിയ അല്ലെങ്കിൽ അൺഎംപ്ലോയ്മെൻറ്റ് ഒഴിവാക്കാൻ പറ്റിയ ഏറ്റവും വലിയ വേ എന്ന് പറയുന്ന ഓണ്ടർപ്രണർഷിപ്പാണ്. It is important to dream, but it is equally important to take calculated risk to achieve your dream. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയ കാര്യം ഡ്രീം കാണുക എന്നുള്ളത് തന്നെയാണ്. പക്ഷേ അതിലും ഇമ്പോർട്ടൻ്റ് ആയ കാര്യം എന്താണെന്ന് വെച്ചാൽ ആ ഡ്രീം അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് കാൽക്കുലേറ്റഡ് റിസ്ക്കുകൾ എടുക്കുക, കണക്ക് കൂട്ടി റിസ്ക് എടുക്കുക എന്നുള്ളതാണ്. Thank you very much for sparing the time to talk to you. We wish you very best for the unique journey. Thanks. It is with the blessing of my mentors and well-wishers that I carry my future journey forward. അപ്പോൾ ഇതാണ്, താങ്ക്സ് പറയുകയാണ് എല്ലാവർക്കും, സഹായിച്ച എല്ലാവർക്കും താങ്ക്സ് പറയുകയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ചാപ്റ്റർ. താങ്ക് യു.